ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 10-ാം തീയതി തിങ്കളാഴ്ച ദിവസം 1299 ഇടവമാസം 27-ാം തീയതി, ഇന്ത്യൻ തീയതി ശ്രേഷ്ഠമാസം 20-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:08 അസ്തമയം വൈകുന്നേരം 6:33 നാളത്തെ തിഥി ചതുർത്ഥി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച രാത്രി 8:22 അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച രാത്രി 9:42 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂയം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂയം നക്ഷത്രം എന്ന് പറയുന്നത് കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ബൃഹസ്പതിയാണ്. നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ മൃഗം ആടാണ്, ഭൂതം ജലമാണ്, പക്ഷി ചകോരമാണ്, വൃഷം അരയാലാണ്. ശനി ദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം. അതായത് എല്ലാ പൂയം നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് ശനി ദശാകാലം. അഥവാ ശനി ദശാകാലത്തു കൂടിയാണ് പൂയം നക്ഷത്ര ജാതകർ അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. പൂയം നക്ഷത്രത്തെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് എന്താണ്? പൂയം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇവർ ആശങ്കാകുലരാകുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. പൂയം നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ ആശങ്കാകുലരാകുന്നു. അതിൻ്റെ കാരണം അവർ അനുകൂലവും പ്രതികൂലവുമായ ഒരു തീരുമാനമാണ് എടുക്കുന്നത്. അത് അവരുടെ മനസ്സിലേക്ക് ഏതാണ് വിജയിക്കുക, ഏതാണ് പരാജയപ്പെടുക എന്നുള്ള ഒരു സമ്മിശ്രമായ മറ്റൊരു ചിന്താഗതിയും കൂടെ അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളിലും അവർ കുറച്ച് തീരുമാനമെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു ചേരും. അത് അങ്ങനെ ഈ തീരുമാനം കൊണ്ട് ചിലപ്പോൾ അവർ വിജയിക്കും, ചിലപ്പോൾ അവർ പരാജയപ്പെട്ടു പോകും. അവർക്ക് പെട്ടെന്നൊരു തീരുമാനമെടുക്കുവാൻ, ഉചിതമായ തീരുമാനം ഉടൻ തന്നെ കൈക്കൊള്ളുവാൻ പൂയം നക്ഷത്ര ജാതകരെ കൊണ്ട് എപ്പോഴും കഴിയുകയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ അവർ അവരുടെ പ്രവർത്തന മേഖലയിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ളവരാണെന്നും ജ്യോതിഷം പറയുന്നു. അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുള്ളവരാണ്. ആത്മാർത്ഥതയോടുകൂടി അവരുടെ പ്രവർത്തന മേഖല, തൊഴിൽ മേഖലയിലൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി അവർ നിലനിൽക്കുന്നവരാണെന്ന് ജ്യോതിഷം പറയുന്നു. അന്യരെ ഉപദ്രവിക്കുന്നവരെ അല്ലെങ്കിൽ അന്യർക്ക് ദ്രോഹം ചെയ്യുന്നവരെ അവർ വെറുക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവരാണ്. നിഷ്പക്ഷതയും നീതിയുടെയും ഭാഗത്താണ് ഈ പൂയം നക്ഷത്ര ജാതകർ നിലനിൽക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഗുരുഭക്തിയുണ്ട്, മതനിഷ്ഠയുണ്ട്. അവർക്ക് ചില പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടി അവരുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നവരാണ്. ചിലർക്കൊക്കെ പ്രത്യേക സിദ്ധികൾ വന്നു ചേരുന്നവരാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി ഉയർന്ന നിലയിൽ എത്തിച്ചേരുന്നവരാണ്. കുടുംബത്തെക്കുറിച്ച് ചിന്തയുള്ളവരാണ്. സ്വന്തമായിട്ട് സമ്പാദ്യം വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട്, ഒരു വാഹനം, വസ്തു എന്നിവയൊക്കെ വാങ്ങിക്കണമെന്നുള്ള ചിന്തയുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്നവരാണ് പൂയ നക്ഷത്ര ജാതകർ. ഇവരുടെ സ്വഭാവം ചിലർക്കിഷ്ടമാണ്, ചിലർക്കിഷ്ടമല്ല. കുറേ ആൾക്കാർ ഇവരുടെ സ്വഭാവത്തെ വെറുക്കും, കുറേ ആൾക്കാർ ഇവരുടെ സ്വഭാവത്തെ ഇഷ്ടപ്പെടുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. എന്നാലും അവർക്ക് അവരെക്കുറിച്ചൊരു ആത്മവിശ്വാസമുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുമൂലം അവർ ജീവിതത്തിൽ ഉയർന്ന നിലയിൽ എത്തിച്ചേരും എന്നും പറയുന്നു. കുടുംബസ്നേഹികളായ ഇവർ അതിഥി സൽക്കാരപ്രിയരുമാണ് എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇവർ അതിഥി സൽക്കാരപ്രിയരാണ്. അതിഥികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ആഹാരം കൊടുക്കുവാൻ വലിയ സാമർഥ്യമുള്ളവരാണ്. 27 നക്ഷത്രത്തിൽ ഏറ്റവും കൂടുതൽ അതിഥി സൽക്കാരത്തിന് വേണ്ടി നല്ലൊരു മനസ്സുള്ളത് പൂയം നക്ഷത്ര ജാതകർക്കാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. പൂയം നക്ഷത്ര ജാതകരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കുകയില്ല എന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. അത് പറയാനുള്ള കാര്യം, ഒന്ന്, പൂയം നക്ഷത്ര ജാതകർ പുരുഷന്മാരാണെങ്കിൽ അവർ അവരുടെ ഭാര്യമാരോട് ഒരു മയത്തിൽ അല്ലെങ്കിൽ ഒരു മിതത്തോട് അല്ലെങ്കിൽ ഒരു വാത്സല്യത്തോട് സ്നേഹത്തോടൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അവർ വെട്ടൊന്ന് മുറി രണ്ട് അല്ലെങ്കിൽ കടിച്ചു മുറിച്ച് സംസാരിക്കുക, ഒരു സുഖകരമല്ലാത്ത രീതിയിൽ അവർ സംസാരിക്കുക. കേൾക്കുന്ന ഭാര്യയ്ക്ക് ഒരു സൗഹൃദ മനോഭാവമില്ല, അല്ലെങ്കിൽ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ള ഒരു മനോഭാവത്തിൽ സംസാരിക്കും. അതുപോലെ തന്നെ പൂയ നക്ഷത്ര സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരോട് അങ്ങനെ തന്നെ അവർ സംസാരിക്കും. അപ്പോൾ ഈ ഒരു സംസാരം അവരുടെ ഇടയിൽ ഒരു അകൽച്ച ഉണ്ടാക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. അതിന് ജ്യോതിഷത്തിൽ അതിൻ്റെ വിശദീകരണം പറയുന്നത്, പൂയം നക്ഷത്രം എന്ന് പറയുന്നത് കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. കർക്കിടകക്കൂറിൻ്റെ അധിപൻ ചന്ദ്രനാണ്.
ഈ ഈ കർക്കിടകക്കൂറിൻ്റെ 7ാം ഭാവമാണ് വിവാഹഭാവം എന്ന് പറഞ്ഞാൽ 7ാം ഭാവം എന്ന് പറഞ്ഞാൽ മകരൻ രാശി. മകരൻ രാശിയുടെ അധിപനാകട്ടെ ശനിയാണ്. അപ്പോൾ ഈ ശനി ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു. ചന്ദ്രൻ ആരോടും ശത്രുതയില്ല. അപ്പോൾ ഈ 7ാം ഭാവം ഈ പൂയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ശത്രുത നിറഞ്ഞൊരു ഭാവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന പൂയ നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് ജ്യോതിഷം ഇങ്ങനെ പറയുന്നത്, അത് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പം മാറ്റേണ്ടതിനെ മാറ്റുക, ചേർക്കേണ്ടതിനെ ചേർക്കുക, എങ്കിൽ മാത്രമേ ജീവിതം ശുഭകരമാകുകയുള്ളൂ. അപ്പോൾ ജ്യോതിഷത്തിൽ പറയുന്നു, ഇപ്പം നക്ഷത്രഫലം പറയുമ്പോൾ നാളെ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ നാളെ കലഹിക്കണമെന്നുള്ളതല്ല. കലഹിക്കാൻ സാധ്യതയുണ്ട്, കലഹം വരാതെ നോക്കണം, അത് മനസ്സുകൊണ്ട് നിയന്ത്രിക്കണം. സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ നിയന്ത്രിച്ച് കലഹത്തെ ഒഴിവാക്കിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. നക്ഷത്രഫലം പറയുമ്പോൾ നാളെ നിങ്ങൾക്ക് നേട്ടമുള്ള ദിവസമാണ്, അപ്പോൾ നേടിയെടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ജ്യോതിഷത്തെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പൂയ നക്ഷത്ര ജാതകരെക്കുറിച്ച് പറയുന്നത്, ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ വശം ഇതാണ്, ദോഷവശം എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് ജ്യോതിഷം വിശദീകരിക്കുന്നു. കർക്കിടകക്കൂറിൻ്റെ 7ാം ഭാവം എന്ന് പറയുന്നത് മകരം രാശിയാണ്. മകരം രാശിയുടെ അധിപൻ ശനിയാണ്. ശനി ചന്ദ്രനെ, അതായത് കർക്കിടകക്കൂറിൻ്റെ അധിപനായ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നതുകൊണ്ട് ഈ ദാമ്പത്യ ജീവിതം അതിൽ അപാകതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പൂയ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ജനിക്കുമ്പോൾ ഈ ഒരു സ്ഥിതി ബലമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഭാര്യയോട് സൗഹൃദപരമായിട്ട് അവർ സംസാരിക്കത്തില്ല. അവർ വെട്ടൊന്ന് മുറി രണ്ട് കടിച്ചു മുറിച്ച രീതിയിൽ, അല്ലെങ്കിൽ കേൾക്കാൻ ഒരു സുഖമില്ലാത്ത രീതിയിൽ, ഒരു സ്നേഹമില്ലാത്ത രീതിയിൽ പരുക്കമായിട്ട് അല്ലെങ്കിൽ പരുക്കനായിട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ അത് അവർക്കിടയിലൊരു അകലം സൃഷ്ടിക്കും. അതാണ് ഇതിൻ്റെ കാര്യമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പോരായ്മകളൊക്കെ ഉണ്ടാകും. പൂയ നക്ഷത്ര സ്ത്രീകൾ കുടുംബ ഐശ്വര്യം, സൗന്ദര്യം, ബന്ധുഗുണം, ആരോഗ്യമുള്ള ശരീരം, സാധു സ്വഭാവം എന്നിവയുള്ളവരാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ സാധു സ്വഭാവം ഒരുപക്ഷെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് സാധു സ്വഭാവം ഉണ്ടെങ്കിലും ഭർത്താവുമായിട്ടുള്ള സംസാരത്തിലോ ഇടപെടലോ ചിലപ്പോൾ അങ്ങനെ വരാതെ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക, അത് ശ്രമിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ജ്യോതിഷം വിശദീകരിച്ച് പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവശങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കുക, അത് പരിഹരിച്ച് പോകണം. അതിനുവേണ്ടിയാണ് മനുഷ്യജീവിതം നന്നായി മെച്ചമായി നല്ല രീതിയിൽ പോകണം. പ്രത്യേകിച്ച് ഒരു കുടുംബജീവിതമൊക്കെ നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയാണ് ജ്യോതിഷം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ മാസവും പ്രിയപ്പെട്ടവർക്കായിട്ട് വിശദീകരിച്ച് പറയുന്നത്. എത്രയോ പ്രാവശ്യം കേട്ടിട്ടും പലരും ഇതിനെ അംഗീകരിക്കാതെ പോകുന്നുണ്ട്, അല്ലെ കേട്ടിട്ടും ഗ്രഹിക്കാതെ പോകുന്നുണ്ട്, കേട്ടിട്ടും മനസ്സിലാക്കി അതിനെ പ്രവർത്തിക്കാതെ പോകുന്നവരുണ്ട്. അപ്പോൾ വീണ്ടും ഇതിനെ വീണ്ടും പറയുന്നത് അത് കേൾക്കുന്നവർ ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി പൂയ നക്ഷത്ര ജാതകരെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ദശാകാല അനുഭവങ്ങളെക്കുറിച്ചാണ്. പൂയ നക്ഷത്ര ജാതകരുടെ ബാല്യകാലം പൊതുവെ മോശമായിരിക്കും. എന്താണ് കാരണം? പൂയ നക്ഷത്ര ജാതകരുടെ ബാല്യകാലം ശനി ദശാകാലമാണ്. ശനി ദശയിൽ കൂടിയാണ് ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. 19 വർഷമാണ് ശനി ദശാകാലം. ഒരു കുട്ടി ജനിച്ചാൽ പൂർണ്ണമായിട്ടും അതിന് ദശാകാലം മുഴുവൻ വന്നാൽ 19 വർഷം, 19 വയസ്സ് വരെ ആ കുട്ടിക്ക് ശനി ദശാകാലമാണ്. ആ കുട്ടി ജനിക്കുമ്പോൾ ശനി ദശാകാലം അനുകൂലമല്ലെങ്കിൽ പലവിധമായ തടസ്സങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ആ കുട്ടിക്കുണ്ടാകും. ചിലപ്പോൾ മാരകമായ രോഗം വന്നു ചേരാം, ചിലപ്പോൾ പലവിധമായ ദോഷങ്ങൾ ആ കുട്ടിക്കും കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഒക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കണം. ആ അമ്മ വയറിന്മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അതിനാണ് ഞാൻ എപ്പോഴും മിക്കവാറും അത് പറയാറുണ്ട്. കാരണം ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ജനനം കൊണ്ട് മാതാപിതാക്കൾക്ക് ദോഷം വരരുത്, കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകണം, ആ കുഞ്ഞിൻ്റെ ഭാവി നല്ലതാകണം, നാടിനും വീടിനും കൊള്ളാവുന്നവനാകണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുവാൻ വേണ്ടി അവർ വിശ്വസിക്കുന്ന ദൈവത്തോട് ആ അമ്മയായ സ്ത്രീ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ വയറ്റിൽ കുഞ്ഞ് ഉരുവാകുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ ആ
പ്രാർത്ഥന തുടങ്ങിയിരിക്കണം. അതാണ് ഞാൻ എന്നും എല്ലാവരോടും എപ്പോഴും പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ജനിച്ചു കഴിഞ്ഞ് പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ ഓടി നടക്കാതെ, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ അമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കുക. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അവൻ 10 മാസം ആകുമ്പോൾ അവൻ ഞങ്ങളുടെ കൺമുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ഈ നാടിനും വീടിനും കുടുംബത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും കൊള്ളാവുന്നൊരു കുട്ടിയായി, സൽസ്വഭാവമുള്ളൊരു കുട്ടിയായി അവനെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥന ഭഗവാൻ കേട്ട് അനുഗ്രഹിക്കും. പലരും ഈ കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല. പലരും പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ചിലരെല്ലാത്തിനും നെഗറ്റീവ് പറയുന്നവരുണ്ട്. അങ്ങനെ നെഗറ്റീവ് പറഞ്ഞു പോകരുത്. അപ്പോൾ അതിനെയൊക്കെ മനസ്സിലാക്കി ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ സത്യമാണെന്നും ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നതെന്നും ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നതെന്നും ഒക്കെ മനസ്സിലാക്കുക. ഒരു കുഞ്ഞ് നാടിനും വീടിനും കൊള്ളാവുന്നതിനായി വളർന്നാൽ സമൂഹത്തിനും അത് ഗുണകരമാണ്, വീടിനും ഗുണകരമാണ്, മാതാപിതാക്കൾക്ക് ഗുണകരമാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടായാൽ സമൂഹം നല്ല രീതിയിൽ നിലനിന്ന് പോകും. ഉണ്ടാകുന്ന കുട്ടികൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളായി വളർന്നു വന്നാലോ നമ്മുടെ സമൂഹം തന്നെ നശിച്ചു പോകും, നമ്മുടെ വീട് നശിച്ചു പോകും, കുടുംബം നശിച്ചു പോകും, മാതാപിതാക്കൾക്ക് എന്നും കണ്ണീരുമായി ദുഃഖവുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ഏത് പ്രവൃത്തിയിലും പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. പ്രാർത്ഥനയില്ലാതെ നമ്മൾ പരിഹാരം തേടി നടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നമുക്ക് ഭഗവാൻ ഫലം തരുന്നത്. ആ ഫലത്തിൽ പോരായ്മയുണ്ടെങ്കിൽ വീണ്ടും അത് പരിഹരിച്ചു തരണമെന്ന് പ്രാർത്ഥനയുമായിട്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകുക. അപ്പോൾ അവിടെ ഭഗവാനെ പ്രീതിപ്പെടുത്തുക, പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആദ്യമേ നമ്മൾ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പൂയ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ശനിദശാകാലമാണ് ആദ്യമായിട്ട് വന്നു ചേരുന്നത്. ശനിദശാകാലം അനുകൂലമല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നു ചേരും. തൊട്ടടുത്ത ദശാകാലം ബുധദശാകാലമാണ്. ഈ ബുധദശാകാലത്ത് ഈ ദശാകാലം അവർക്ക് അനുകൂലമാണെങ്കിൽ അവർ വിദ്യാഭ്യാസപരമായി മുന്നേറും. ഇപ്പോൾ പൂയ നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു, 15 വർഷം ശനിദശാകാലമാണെങ്കിൽ ആ കുട്ടിക്ക് 10ാം ക്ലാസ് വരെയൊക്കെ ശരാശരി വിദ്യാഭ്യാസത്തിൽ കൂടി മുന്നോട്ട് പോകും. ആ 10ാം ക്ലാസ് കഴിയുമ്പോൾ ആ കുട്ടിക്ക് ബുധദശാകാലം അനുകൂലമാണെങ്കിൽ ഉന്നതമായ വിദ്യാഭ്യാസം നേടി ഉന്നതമായ ജോലിയൊക്കെ ലഭിച്ച് ഉന്നതമായ ജീവിത നിലവാരത്തിൽ എത്തിച്ചേരും. അപ്പോൾ ആ കുട്ടിക്ക് എത്ര വയസ്സായി? 15ഉം 17ഉം 32 വയസ്സായി. 32 വയസ്സുകൊണ്ട് ഈ കുട്ടി ഒരു നിലയിൽ എത്തിച്ചേരും. 32 വയസ്സ് കഴിഞ്ഞാൽ വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞ് ഒരു ജോലി സംബന്ധമായിട്ട് ഈ കുട്ടി വീട് വിട്ട് മാറി മറ്റൊരിടത്തേക്ക് താമസം മാറേണ്ട സാഹചര്യം വരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയാലും അവർ ജീവിതത്തിൽ ഉയർന്ന നിലയിൽ എത്തിച്ചേരുമെന്ന് പറയുന്നു. അവർ അതിഥി സൽക്കാര പ്രിയരാണെന്ന് പറയുന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ മനസ്സുള്ളവരാണെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അങ്ങനെ 32 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വന്നു ചേരുന്ന ദശാകാലമാണ്. അതായത് 15 വർഷം ശനി ദശാകാലം, 17 വർഷം ബുധദശാകാലം, 32ആയി. പിന്നെ 7 വർഷം കേതു ദശാകാലമാണ്, 39ആയി. പിന്നെ 20 വർഷം ശുക്രദശാകാലം, 59 വയസ്സ്. അപ്പോൾ ഈ ശുക്രദശാകാലം പൂയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും അനുകൂലമായ ഒരു സമയമല്ല. അപ്പോൾ അവർ മക്കളൊക്കെയായി ദാമ്പത്യ ജീവിതം തുടങ്ങുന്ന അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ സുഖത്തിലേക്കൊക്കെ കടന്നു വരുന്ന സമയം പൂയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ഭാര്യയും ഭർത്താവും നല്ല അനുകൂലമായ ഒരു ബന്ധത്തിൽ കൂടി പോകത്തില്ല. കാരണം ശുക്രദശാകാലമാണ്. ശുക്രൻ കർക്കിടകൻ രാശിക്കാർക്ക് ഗുണം ചെയ്യത്തില്ല. ഒരു വ്യക്തി ജനിക്കുമ്പോൾ കർക്കിടകൻ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ അവർ പുനർവിവാഹം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പൂയ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഈ ദശാകാലം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളിൽ കൂടിയായിരിക്കും പോകുന്നത്. രണ്ടുപേരും രണ്ട് വഴി ആയില്ല എങ്കിൽ പോലും രണ്ട് വഴി ആകണമെന്ന് തീരുമാനിക്കും. ഒട്ടുമിക്ക ആൾക്കാരും രണ്ട് വഴി ആകും. ചിലർ അങ്ങനെ ആകാതെ അവർ മറ്റുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്നും വെടിഞ്ഞ് ഈശ്വരഭക്തിയിൽ കൂടി അവർ അങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ ഈ ഒരു സമയം 20 വർഷം ശുക്രദശാകാലം അവർക്ക് അങ്ങനെയായിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ 32 39 കഴിഞ്ഞ് 20 വർഷമാണ്, 59 വയസ്സ് വരെ അവരങ്ങനെ പോകും. അപ്പോൾ ഇത് ചിലർക്ക് ദശാകാലം കൂടുതലുണ്ടെങ്കിൽ, ഇപ്പം ശനി 15 അല്ല 17 വർഷം അല്ല 19 വർഷം ഉണ്ടെങ്കിൽ 59 അല്ല പിന്നെ മുമ്പോട്ട് പോകും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ 59 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സൂര്യദശാകാലമാണ്, 6 വർഷം 65ആയി. 65 കഴിഞ്ഞാൽ 10 വർഷം ചന്ദ്രദശാകാലം 75ആയി. പിന്നെ 7 വർഷം കുജദശാകാലം 75 7 82ആയി. പിന്നെ അവർക്ക് 18 വർഷം
അവർക്ക് പിന്നെ രാഹുദശാകാലം, അങ്ങനെ 100 പിന്നെ 16 വർഷം വ്യാഴദശാകാലം 116, ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് പോകുന്നത്. അപ്പോൾ ഈ പൂയ നക്ഷത്ര ജാതകരുടെ ഓരോ ജീവിതഘട്ടങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തന്നു. ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഈ കേട്ടത് വെച്ച് പ്രിയപ്പെട്ടവർ തിരുത്തിയൊക്കെ ജീവിക്കുക. പൂയ നക്ഷത്ര അല്ലെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവർ ഇത് മറ്റൊരു നക്ഷത്ര ജാതകരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവർ പൂയ നക്ഷത്ര ജാതകരായിട്ടുള്ളവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ കേട്ട് മനസ്സിലാകട്ടെ. അപ്പോൾ അവർക്ക് പ്രായമുള്ളവരാണെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടും. ഇനിയുള്ള കാലമെങ്കിലും അവർ നന്നായി തെറ്റുകൾ തിരുത്തി കുറ്റങ്ങളും കുറവശങ്ങളും ഒക്കെ തിരുത്തി അവർ മുമ്പോട്ട് പോകും. അപ്പോൾ അത് പ്രിയപ്പെട്ടവർ, അത് താല്പര്യമുള്ളവർ അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം എന്ന് പറയുന്നത് പൂയ നക്ഷത്ര ദിവസമാണ്. നക്ഷത്രത്തിൻ്റെ പൊരുത്തപ്രകാരം ആർക്കൊക്കെയാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതെന്ന് ചിന്തിക്കാം. നാളത്തെ ദിവസം മകയിരം, കാർത്തിക, ഉത്രട്ടാതി, രേവതി, വിശാഖം, അനിഴം, പുണർദം എന്നീ നാളുകാർക്ക് നല്ല ഫലങ്ങൾ വന്നു ചേരുന്നു. മകയിരം, കാർത്തിക, ഉത്രട്ടാതി, രേവതി, വിശാഖം, അനിഴം, പുണർദം എന്നീ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയിലുള്ളത് മൂലം, പൂരാടം, തിരുവാതിര, രോഹിണി, ഭരണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. മൂലം, പൂരാടം, തിരുവാതിര, രോഹിണി, ഭരണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. ഓരോ നിമിഷങ്ങളിലും, നാളത്തെ ഓരോ നിമിഷങ്ങളിലും ചതിയോ അപകടമോ ആപത്തോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി വേണം നാളെ ജീവിക്കുവാൻ എന്നാണ് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ചുള്ള സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ തന്നെ ആയിരിക്കുമെന്നുള്ളതും ജ്യോതിഷം ഉറപ്പിക്കുന്നു. ഇനിയും നാളെ പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞുതരാം. നാളെ തിങ്കളാഴ്ച ദിവസമാണ്. നാളെ ഒരുപാട് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ദിവസമാണ്. ചതുർത്ഥി തിഥിയാണെങ്കിലും കറുത്ത പക്കം തീരാറായി. പഞ്ചമിയിലേക്ക് ചന്ദ്രൻ അടുത്തുകൊണ്ടിരിക്കുന്നു. ചന്ദ്രൻ ബലവാനായിക്കൊണ്ടിരിക്കുന്നു. തിങ്കളാഴ്ച ദിവസമാണ്. എങ്കിലും വിവാഹം പോലെയുള്ള ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തിരഞ്ഞെടുക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം 10ൽ 10 പൊരുത്തം നോക്കി ചെയ്യണമെന്നുള്ളവർക്ക് നടക്കത്തില്ല. അതിൽ കുറവായിട്ടുള്ള ഒരു 7 പൊരുത്തമൊക്കെ വെച്ച് നോക്കിയാൽ നടക്കുന്നൊരു ദിവസമാണ്. അപ്രകാരം നാളെ പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞുതരാം. രാവിലെ 6 മണി 8 മിനിറ്റ് മുതൽ 9 മണി 8 മിനിറ്റ് വരെ ശുഭസമയമാണ്. 10 മണി 38 മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി 8 മിനിറ്റ് വരെ ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയാൻ പോകുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി 10-ാം തീയതിയാണ്. 10നെ ഒറ്റസംഖ്യയാക്കുമ്പോൾ 1 വരും. അപ്പോൾ ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 1 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. കൂടുതൽ നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. മാത്രമല്ല അവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുകൂലമായ ഫലങ്ങൾ തന്നെ തീർച്ചയായിട്ടും വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരോട് ആമുഖമായിട്ട് പറയുവാനുള്ളത്. ഇനിയും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് പറയട്ടെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഈ വീഡിയോ കാണുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവർക്കായിട്ട് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്രദമായ ഒരു കാര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ചാനൽ, ഈ വീഡിയോ എന്നും കാണുവാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറാണ്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകളുടെ നാളത്തെ ദിവസത്തെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് നക്ഷത്രഫലമായിട്ട് പറയുന്നത്. അതൊരു സൂചനയായിട്ടാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും അങ്ങനെ വന്നു ചേരണമെന്നുള്ളതല്ല. നമ്മൾ അതിനെക്കുറിച്ച് അറിയുക. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തെറ്റുകളോ കുറ്റങ്ങളോ തൻ്റേതായ ഭാഗത്തു നിന്ന് വന്നു നാളെ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമെന്നുള്ളതാണ് നക്ഷത്രഫലം പറയുന്നതെങ്കിൽ നാളത്തെ ദിവസം അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുവേണ്ടിയാണ് നക്ഷത്രഫലം പറഞ്ഞു തരുന്നത്. ആരെയും ഭയപ്പെടുത്തുവാനോ വേദനിപ്പിക്കുവാനോ അല്ല എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് മുടങ്ങാതെ കേൾക്കുക. നാളത്തെ ഓരോ ദിവസത്തെയും നമ്മുടെ അനുഭവങ്ങൾ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചാണ് പറയുന്നത്. ഈ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു. എന്നോടൊരു വ്യക്തി ചോദിച്ചു, ഈ ഗ്രഹങ്ങൾ മാറുന്നതൊക്കെ കൃത്യമാണോ ഇല്ലയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഈ കലണ്ടറിലുള്ള ഒരു കോളത്തിനകത്ത് ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇന്ന ദിവസം മാറും, ഇന്ന ദിവസം മാറും എന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി അവരോട് പറഞ്ഞത്,
ഈ കലണ്ടറിൽ കാണുന്ന കറുത്ത വാവ് എന്നുള്ള ഒരു ദിവസം അതിനകത്ത് കറുത്ത കുത്ത് കണ്ടു. അന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക, അന്നത്തെ ദിവസം കുറ്റിരുട്ടായിരിക്കും. നിങ്ങൾ ഒരു വിജനമായ സ്ഥലത്ത്, ലൈറ്റും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ തെരുവുവിളക്കുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അന്നത്തെ ദിവസം എന്തൊരു ഇരുട്ടായിരിക്കും, കുറ്റിരുട്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു വെളുത്ത വാവ് ദിവസം ഇതുപോലെ തന്നെ നിങ്ങളൊരു വിജനമായ സ്ഥലത്ത് പോയി നിൽക്കുക. അന്നത്തെ ദിവസം ഒരു പകൽ വെളിച്ചം പോലെയുള്ള നിലാവ് അന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ ഗ്രഹങ്ങൾ മാറുന്ന കണക്ക് ഈ പഞ്ചാംഗത്തിൽ എഴുതിയിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്നത് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ണുകൊണ്ട് കാണാവുന്ന കാര്യത്തെക്കുറിച്ച് കണ്ട് വിശ്വസിക്കുക. അപ്പോൾ അതിൻ്റെ കണക്ക് കൃത്യമാണ്. ഒരു കറുത്ത വാവ് ദിവസത്തിനോ ഒരു വെളുത്ത വാവ് ദിവസത്തിനോ ഒരു മാറ്റവുമില്ല. അത് കൃത്യമായിട്ടാണ് ഇന്നുവരെയും ഗണിച്ച് എഴുതിപ്പോരുന്നത്. ഇത് വെറും ഊഹാപോഹമല്ല, കണക്ക് കൂട്ടി കണ്ടുപിടിച്ചെഴുതുന്നതാണ്. കണക്കാണ്, ഗണിതമാണ്. അപ്പോൾ അങ്ങനെ എഴുതിയാണ് നമുക്കിത് തരുന്നത്. അത് നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. സംശയമുണ്ടെങ്കിൽ നിങ്ങളതിന് ആ ദിവസം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം അത് കൃത്യമാണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാകും. അപ്പോൾ അങ്ങനെ ഈ ഗ്രഹങ്ങൾ മാറുന്ന ആ സ്ഥിതിയും ഗ്രഹങ്ങൾ മാറി നിൽക്കുന്ന സ്ഥാനവും വെച്ചൊക്കെയാണ് നക്ഷത്രഫലം പറയുന്നത്. ഗ്രഹങ്ങൾ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ചിലരൊക്കെ പറയും ഇത് ഗ്രഹങ്ങൾ ഒരു സാങ്കല്പിക കഥാപാത്രമായിട്ടാണ് ജ്യോതിഷത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് പറയും. അങ്ങനെയും പറയുന്നവരുണ്ട്. അസ്ട്രോളജർമാരൊക്കെ കുറച്ച് പേരൊക്കെ അങ്ങനെ പറയുന്നവരുണ്ട്. സാങ്കല്പിക കഥാപാത്രമായിട്ടാണ്, ഓരോ അവസ്ഥയെയും കുറിച്ച് സാങ്കല്പികമായിട്ട് ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൂര്യനും ചന്ദ്രനും നമ്മൾക്ക് അനുകൂലമായി വന്നു നിൽക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ കൂടി നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഉത്തരായന കാലവും ദക്ഷിണായന കാലവും വന്നു ചേരുന്നത് എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണ്? സൂര്യൻ, അത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നവർക്കൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാകും. ഉത്തരായന കാലം എന്താണ്, ദക്ഷിണായന കാലം എന്താണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കണക്കൂട്ടി കണ്ടുപിടിച്ചെഴുതുന്നതല്ലേ. അപ്പോൾ പിന്നെ എന്താണിത്? ഇത് കൃത്യമാണ്, സത്യമാണ്. അപ്പോൾ അതിൽ വിശ്വസിക്കുക. അതുകൊണ്ട് നക്ഷത്രഫലം പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ പൊതുവായിട്ട് പറയുന്നതുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്ന വിധത്തിൽ അന്ന് വന്നു ചേരണമെന്നില്ല. ഏറെക്കുറെ ഒരു 60-70% കൃത്യമായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിൽ കൂടുതൽ അവകാശപ്പെടുന്നില്ല. എങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടി ചേർക്കേണ്ടതിനെ ചേർക്കാം, കളയേണ്ടതിനെ കളയാം. അതിനുവേണ്ടിയാണ് ഞാൻ നക്ഷത്രഫലം പറയുന്നത് എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളുകൾക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമാണ്. എന്നാൽ അല്ലറ ചില പ്രശ്നങ്ങളാൽ അവർ വേദനിക്കുവാൻ അല്ലെങ്കിൽ മൂഡ് ഔട്ട് ആകുവാൻ സാധ്യതയുണ്ട്. കുടുംബസുഖം അവർക്ക് ഉണ്ട്. ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും പിതാവിൻ്റെ ഒരു ഇഷ്ടകേട് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു സുഖം, സ്വസ്ഥതക്കുറവൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിതാവ് ഇടഞ്ഞു നിൽക്കും. അങ്ങനെ പിതാവ് ഒരു അസ്വസ്ഥത കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കാൻ ഇടയുണ്ട് എന്നുള്ള കാര്യമാണ്. എങ്കിലും സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാനും ഈ കുടുംബത്തിൽ ധനം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലേക്ക് സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതുമായിട്ടുള്ളൊരു സമയമാണ്. പിതാവ് ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പിതാവ് പൂർണ്ണമായിട്ടും സഹകരിക്കാത്ത ഒരു മനസ്ഥിതി കൊണ്ട് ഒരു അല്പം ടെൻഷനൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. മറ്റൊരു കാര്യം, ഇവർക്ക് നഷ്ടം വരുവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള വീട്, വസ്തു, വാഹനം, ഭൂമി, സ്വത്ത് സംബന്ധിച്ചുള്ള നഷ്ടം വന്നു ചേരുവാനും സാധ്യതയുള്ളൊരു സമയമാണ്. അതിപ്പോൾ ഇവരുടെ 12ാം ഭാവത്തിൽ ഇവരുടെ കൂറിൻ്റെ അധിപനായ ചൊവ്വയാണ് നിൽക്കുന്നത്. ചൊവ്വ ജൂൺ മാസം 1-ാം തീയതി അവിടുന്ന് സ്ഥാനം മാറും. അപ്പോൾ ആ പ്രശ്നം അങ്ങ് അവസാനിക്കും. അപ്പോൾ അതിൻ്റേതായ ഒരു നഷ്ടം വന്നു ചേരുവാനും സാധ്യതയുള്ള സമയമാണ്. പിന്നെ മാതാവിൻ്റെ സ്ഥിതി നാളത്തെ ദിവസം അവർക്ക് അനുകൂലമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട്. ബന്ധുക്കളുടെ സഹകരണമൊക്കെ ലഭിക്കുന്നൊരു ദിവസമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെ അനുകൂലമായി വരുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ചോളം ഈ സ്ത്രീ മുഖേനയുള്ള പ്രശ്നങ്ങൾ
ഭാര്യ മുഖേനയുള്ള പ്രശ്നങ്ങളാൽ ഇവർ അസ്വസ്ഥപ്പെടാനോ മനോദുഃഖം അനുഭവിക്കുവാനോ ചിലർക്ക് മാനഹാനി വരെ സംഭവിക്കാനോ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതൊക്കെ നാളത്തെ ദിവസം വന്നു ചേർന്നാൽ പോലും അതൊക്കെ വലിയൊരു സീരിയസ് ആയിട്ട് എടുക്കരുത്. അതൊരു സമയദോഷം കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ അതേ രീതിയിൽ തള്ളിക്കളയുക. കഴിവതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പോയി ചാടാതെ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേവന്മാർ അത്ര അനുകൂലമായൊരു ദിവസമല്ല. നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നല്ല അനുഭവമായിട്ട് വന്നു ചേരുന്നത് തൊഴിൽ ഗുണമാണ്. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണ്. എന്നാൽ അവർക്ക് തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുടെ സഹകരണം കൊണ്ട് ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. തിക്താനുഭവങ്ങൾ ഒക്കെ തന്നെയും നാളത്തെ ദിവസം അവർക്ക് അധികമായി വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. പക്ഷെങ്കിൽ അവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടമാണ്. പിതാവ് അവർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം. മാതാവിനെ കൊണ്ട് സംതൃപ്തി നിറഞ്ഞ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന സംതൃപ്തി നിറഞ്ഞ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേവന്മാർ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. അവർക്ക് തൊഴിൽപരമായി വളരെ മോശമായ ഒരു സമയമാണ്. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നൊരു സമയമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് മറ്റുള്ള രീതിയിലൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം മാതാവിനെ കൊണ്ട് അവർക്ക് അനുകൂലമായ ദിവസമാണ്. മാതാവ് മുഖേന ധനം വന്നു ചേരുന്നൊരു ദിവസമാണ്. പിതാവിനെ കൊണ്ട് അത്ര ഗുണകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയല്ല അവർ കടന്നു പോകുന്ന. പിതാവ് മുഖേനയുള്ള നഷ്ടസാധ്യതകൾ നിലനിൽക്കുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് തൊഴിൽപരമായ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് പലരും ബുദ്ധിമുട്ടുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. അവർക്ക് നാളത്തെ ദിവസം ബന്ധുമിത്രാദികളുടെ സഹകരണമൊന്നും പൂർണ്ണമായിട്ട് ലഭിക്കുന്നൊരു ദിവസമല്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നഷ്ടങ്ങളും ശത്രുതകളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയമായില്ലെന്ന ആളുകൾക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേവന്മാർ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും അവരുടെ ജീവിതത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശത്രുതകൾ നിലനിൽക്കുന്ന ഒരു സമയമാണ്. അവരുടെ ബന്ധുമിത്രാദികൾ കുടുംബവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സ്വത്ത് സംബന്ധിച്ച്, ധനം സംബന്ധിച്ച്, അല്ലെങ്കിൽ വസ്തു സംബന്ധിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും ശത്രുതകളും അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അവർക്കൊരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ ധനപരമായ വിഷയത്തിൽ ശത്രുത നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ദശാകാലം അനുകൂലമായ സമയത്തു കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ മാത്രം നാളത്തെ ദിവസം അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും. അല്ലാത്തവർക്കൊക്കെ നാളത്തെ ദിവസം മാനസികമായ പിരിമുറുക്കങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ, ധനപരമായിട്ടുള്ള വിഷയം കൊണ്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിയാണ്. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായി നല്ല രീതിയിലുള്ള ഒരു ബന്ധത്തിൽ കൂടി അവർ പോകുവാൻ സാധ്യത കുറവാണ്. അതൊക്കെ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയും എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേവന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. നാളത്തെ ദിവസം അലസത, കാര്യപ്രാപ്തിക്കുറവ്, കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ താമസം വരുന്നു. അതുപോലെ തന്നെ അവർക്ക് ശരീരത്തിൽ മുറിവ് ചതവുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സാഹസ്യ പ്രവർത്തികളിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. മാതൃക്ലേശം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അന്യദേശവാസം, വീട് വിട്ട് മാറി താമസിക്കാൻ സാധ്യതയുണ്ട്. പല പ്രകാരത്തിലുമുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു ദിവസമാണ്. മാതൃക്ലേശം ഉൾപ്പെടെ പല കാര്യങ്ങളിലും നഷ്ടസാധ്യത. അതുപോലെ തന്നെ അവർക്ക് നേട്ടമെന്ന് പറയുവാൻ തൊഴിൽ ഗുണം മാത്രമാണ് അവർക്ക് നാളത്തെ ദിവസം നേട്ടമെന്ന് പറയാൻ തക്ക കാര്യമുള്ളത്. ദശാകാലത്തിൻ്റെ നല്ല ഫലം അനുഭവിക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ലാതെ അവരുടെ ജീവിതം നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേവന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. വ്യാപാരികളായിട്ടുള്ളവർക്ക് വ്യാപാര നേട്ടം, വ്യാപാര ലാഭം വന്നു ചേരുന്നൊരു ദിവസമാണ്. നല്ല ദാമ്പത്യ സുഖമൊക്കെ അനുഭവിക്കാൻ അനുയോജ്യമായൊരു ദിവസമാണ്. നല്ല ഭാര്യ, നല്ല ഭർത്താവ് ഒക്കെ എന്നുള്ള നിലയിൽ നല്ല ഒരു ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് പല കാര്യങ്ങളിലും ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമാണ്. ദാമ്പത്യ ജീവിത സുഖവും എല്ലാം അവർക്ക് അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേവന്മാർ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം ബന്ധുഗുണം അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല ഗുണാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. ദാമ്പത്യ സുഖവും ഒക്കെ നാളത്തെ ദിവസം അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. അവർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടമൊക്കെ അനുകൂലമായി നിൽക്കുന്നു. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമായി നിൽക്കുന്നു. പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല.
അപ്പോൾ പിതാവ് മുഖേനയുള്ള തിക്താനുഭവം അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അനിടം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹന്മാർ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഏറെക്കുറെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. എങ്കിലും തൊഴിലിടങ്ങളിൽ ശത്രുതഞ്ഞ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവ് മുഖേനയുള്ള ഭാഗ്യമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് ധനം ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസവുമാണ് നാളത്തെ ദിവസം. ജനിച്ച സമയത്ത് ഭാഗ്യാധിപൻ ബലവാനായിട്ട് നിൽക്കുന്ന ഗ്രഹനിലയുള്ളവർക്ക് നാളത്തെ ദിവസം ഭാഗ്യമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അനേക വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഭാഗ്യം കൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നാളത്തെ നക്ഷത്രമായി പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ചിലരെയൊക്കെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം പലവിധമായ കഷ്ടതകളും പ്രയാസങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്കൊക്കെ നാളത്തെ ദിവസം ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ തൊഴിലിൽ നിന്ന് നല്ല വരുമാനമൊക്കെ ഉണ്ടാകും. വലിയ അധ്വാനം കൂടാതെ ധനം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് ദോഷം ചെയ്യാതെ നിൽക്കും. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. എങ്കിലും ചിലരെയൊക്കെ സംബന്ധിച്ചോളം രോഗം, ദുഃഖം, പ്രയാസം, കടബാധയൊക്കെ അലട്ടുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും, സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാർ കടന്നു പോകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽപരമായ നേട്ടമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൊഴിൽപരമായ വലിയ നേട്ടമുള്ള ദിവസമല്ല എങ്കിൽ നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം. ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നൊരു ദിവസമാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ധനനാശം, മാനഹാനി എന്നിവയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് ജനിച്ച സമയത്തിന് പ്രത്യേകത കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും നാളെ വന്നു ചേരേണ്ടതായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് നേട്ടങ്ങൾ തന്നെയാണ്. തൊഴിൽപരമായ നേട്ടവും ദാമ്പത്യ ജീവിത സുഖവും ഒക്കെ വന്നു ചേരേണ്ട ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും വന്നു ചേരേണ്ട ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയുള്ള നേട്ടങ്ങൾ അവരെ തേടി വരേണ്ട ഒരു ദിവസമാണ്. അങ്ങനെ വരാത്തവർ അവരുടെ ജീവിതത്തിൽ ധനനാശവും മാനഹാനിയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് ജനിച്ച സമയത്ത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം അനിഷ്ടസ്ഥാന സ്ഥിതിയിൽ വളരെ മോശമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസ്ഥിതിയും ധനസ്ഥിതിയും അത്ര മെച്ചമായ ദിവസമല്ല. രോഗം, ദുഃഖം, ദുരിതം, കടം, പ്രയാസമൊക്കെ അലട്ടുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ വലിയ മെച്ചമല്ല. വലിയ സുഖാനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യത കുറവാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. നല്ല ഭാര്യ, ഭർത്താവ് എന്നുള്ള നിലയിൽ അവർ ജീവിക്കും. മനഃശുദ്ധി, മറ്റുള്ളവരുടെ നല്ല രീതിയിൽ പെരുമാറ്റം, തൊഴിൽപരമായ നേട്ടം, അങ്ങനെ ഒട്ടേറെ ഗുണാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു നല്ല ദിവസമാണ്. മാതാവിനെ കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ, പിതാവിനെ കൊണ്ടുള്ള ഗുണകരമായ അനുഭവങ്ങൾ എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ വന്നിരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു വരാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകും. നന്ദി, നമസ്കാരത്തോടെ നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.